ഹലോ ഗൈസ്, എന്റെ പേര് അച്ചു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇടയ്ക്കുണ്ട് ബിഗ് ബോസിന്റെ റിവ്യൂടെല്ലാം നിർത്തിയത്. എനിക്ക് സീസൺ വളരെ വളരെ ബോറായിട്ട് തോന്നിയായിരുന്നു. അപ്പൊ ഞാൻ അത് കാരണം അതിന്റെ റിവ്യൂടെല്ലാം ഞാൻ നിർത്തിയായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് ഇപ്പൊ ശരിയാകും എന്ന് കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ എനിക്ക് ആറ് ബോറായിട്ട് ഞാൻ നിർത്തി. ഇപ്പൊ ഞാൻ എപ്പിസോഡ്സും ലൈവൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ റീ എൻട്രീസ് നടന്നില്ല. അപ്പൊ എനിക്ക് കുറെ കാര്യം സംസാരിക്കണമെന്ന് ആദ്യം ഞാൻ ഓർത്ത് വേണ്ട, സംസാരിക്കണ്ടെന്ന് ഓർത്തു. ഇപ്പൊ എല്ലാവരും കൂടെ അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കണ്ടപ്പം എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ ഇപ്പൊ വന്നേക്കുന്നത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കരുത്. ഈ റീ എൻട്രി നമ്മൾ ഇത്രയും ബിഗ് ബോസ് സീസൺ 7 വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്ര റീ എൻട്രീസ് വന്നതില് ഇത്രയും കാണാൻ പോലും ഇവരെ നമുക്ക് ടി വിക്കകത്ത് കാണുമ്പോൾ അയ്യേന്ന് വരെ തോന്നിപ്പോകുന്നവരും മെനകെട്ട റീ എൻട്രീസ് വന്നേക്കുന്നത് ഈ സീസണിനകത്താണ്. അവര് എന്ത് കാണാനാണ് അങ്ങോട്ട് വന്നത്? അവർ തമ്മിൽ തല്ലാനാണ്. അവർക്ക് പുറത്തൊന്ന് തമ്മിൽ തല്ലിയിട്ട് വന്ന പോരെ. അവിടെ 90 ദിവസം കളിച്ച് അത്രയും ഫുഡ് പോലും ഇല്ലാണ്ട് അത്രയും അവരുടെ എല്ലാം കൊടുത്ത് നിൽക്കുന്ന അവരെ ഒന്ന് ചിയറപ്പ് ചെയ്യാൻ വന്നിട്ട് ഇവരതൊന്നുമല്ല ചെയ്യുന്നത്. ഇവർക്ക് തമ്മിൽ തല്ലി കൂടണം. ഇവര് കുറെ റീയൂണിയനും കാര്യങ്ങളും എങ്ങാണ്ടൊക്കെ ട്രിപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അവിടെയൊക്കെ പോയി കൂടിയ പോരായിരുന്നോ? അവിടെ പോയി തല്ലുകൂടാൻ മേലായിരുന്നു. അല്ലെങ്കിൽ ഇവർ ഇറങ്ങിയിട്ട് തല്ലുകൂടാൻ മേലായിരുന്നോ? ശൈത്യൊക്കെ വന്നിട്ട് എന്തൊക്കെയാ ശൈത്യ, ബിൻസി. എനിക്ക് ഇവരെ നമ്മൾ ടിവിയുടെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഇതായി പോവോ. ഇവര് ടിവിയുടെ സ്ക്രീനിൽ കാണും എന്തൊക്കെയാ ഇവര് കാണിച്ചു കൊടുക്കുന്നത്. ഈ PR കൊടുക്കാത്ത ബിൻസി PR കൊടുത്തിട്ടുണ്ട്, ശൈത്യ PR കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം മാന്യന്മാർ. അക്ബർ PR കൊടുത്തിട്ട് അവിടെ PR കൊടുക്കാണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്മാരുമില്ല. സർവത്ര ആൾക്കാർ PR കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അനുമോള് 16 ലക്ഷം കൊടുത്തേ. അനുമോള് 16 ലക്ഷം കൊടുത്തിരുന്ന കരഞ്ഞു മെഴുകുന്നല്ലാതെ അവനവന്റെ കഴിവുകേട് മറച്ചു വെക്കാനായിട്ട് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുപോകും. അതായത് അനുമോളുടെ തലയിൽ കൊണ്ടിടും. എല്ലാം ചെയ്ത അനുമോള് അനുമോൾ ആ വീട്ടിൽ സർവത്ര കാര്യങ്ങൾ. ഇവരെല്ലാം രാവിലെ എണ്ണിട്ട് ഞങ്ങൾ പുണ്യാത്മാവാണേ എന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ശരിക്കും ഇവരിങ്ങനെ വന്ന് ഇവര് 35-ാമത്തെ ദിവസം 36-ാമത്തെ ദിവസം 14-ാമത്തെ ദിവസം എവിക്റ്റ് ആയതിന്റെ ഇവരുടെ ആ ഒരു കുശുമ്പും കുന്നായ്മയും കൊനിഷ്ടവും ഒക്കെയാണ് നമുക്ക് വിചാരിക്കാം. ഈ ആദിലെ നൂറ് 90 ദിവസം അനുമോളുടെ കൂടെ നിന്നാൽ ആദിലെ നൂറ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി കണ്ടപ്പം ഞാൻ ഓർത്തിത് ഇങ്ങനെ ലാലേട്ടന്റെ എപ്പിസോഡിൽ വരെ വന്ന് നിന്നുകൊണ്ട് ആദിലെ നൂറേം പറയുന്നത് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ എപ്പിസോഡ് വന്നത് മറ്റേ ഹാർട്ട് എടുത്ത 2 പേര് അനുമോൾക്ക് കൊടുത്ത അനുമോൾ അവർക്കും. ഈ 90 ദിവസം എപ്പിസോഡിൽ നിന്നപ്പോ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അനുമോൾ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ ഇവര് ബെസ്റ്റ് ഫ്രണ്ട്സ്? എല്ലായിടത്തും ലാലേട്ടന് മുന്നിൽ സർവത്ര അടുത്ത് പോകുന്നിടത്ത് വരുന്നിടത്ത് നിൽക്കുന്നിടത്ത് ബാത്റൂമിൽ പോകുന്നിടത്ത് വരെ പോയി കിടന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഒന്ന് ഇവർക്ക് മനസ്സിലായില്ല അനുമോള് പുറത്തുനിന്ന് കുത്തുന്നുണ്ട്, അല്ല അനുമോൾ ഇവരെ ഇട്ട് കൊടുക്കുന്നുണ്ടോന്ന് ഇവർക്ക് മനസ്സിലായില്ലേ? ഈ ശൈത്യയും ബിൻസിയൊക്കെ ഈ പുറത്തുനിന്ന്